നമുക്ക് എക്സസൈസ് 10.1 തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഫസ്റ്റ് 3 raised to 0 plus 4 raised to -1 into 2 raised to 2. ഇവിടെ ഫസ്റ്റ് വാല്യൂ 3 raised to 0. 3 raised to 0 എന്ന് വെച്ചാൽ അതിൻ്റെ വാല്യൂ എത്ര വരും? നമ്മൾ ലോസ് ഓഫ് എക്സ്പോണൻ്റ് പ്രകാരം പഠിച്ചിട്ടുണ്ട്. a raised to 0. a raised to 0 എന്ന് പറയുമ്പോൾ വാല്യൂ എത്രയാണ്? 1. പവർ 0 ആയിട്ട് വരുന്നതെങ്കിൽ അതിൻ്റെ വാല്യൂ 1 ആയിരിക്കും. അപ്പോൾ 3 raised to 0 എന്ന് പറയുമ്പോൾ അതിൻ്റെ വാല്യൂ എന്തായിരിക്കും? 1. 1 പ്ലസ് 4 raised to -1. അപ്പോൾ നമ്മുടെ നെഗറ്റീവ് എക്സ്പോണൻ്റ് ആണ്. അപ്പോൾ പോസിറ്റീവ് എക്സ്പോണൻ്റിലേക്ക് മാറ്റണം. എന്ത് ചെയ്യണം? അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കണം. അപ്പോൾ 1/4 റെസിപ്രോക്കൽ എഴുതിയപ്പോൾ എന്തായി? നെഗറ്റീവ് എക്സ്പോണൻ്റ് എന്നുള്ളത് പോസിറ്റീവായി. അതായത് 1/4. 1/4 പോസിറ്റീവ് 1. പോസിറ്റീവ് 1 എന്ന് പറയുമ്പോൾ 1 എന്ന് എഴുതേണ്ട ആവശ്യമില്ലല്ലേ, 1 ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് 1/4 എന്ന് എഴുതാം. ഇനി എന്ത് ചെയ്യണം? ഇൻറ്റു 2 raised to 2. ഇനി ഇവിടെ 1 പ്ലസ് 1/4 ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യണം. അതെങ്ങനെ ചെയ്യും? 1 പ്ലസ് 1/4 ഇതിനെങ്ങനെ ചെയ്യണത്? ഈ 1ഉം ഈ 4ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് ആ സംഖ്യയുടെ ഒപ്പം പ്ലസ് 1 ആഡ് ചെയ്യണം അല്ലേ? നിങ്ങൾക്കറിയായിരിക്കും 1 പ്ലസ് 1/4. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് ഇവരെ തമ്മിൽ. ഇത് 1 ഇൻറ്റു 4. ഇനി എന്ത് ചെയ്യണം? പ്ലസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പ്ലസ് എന്ത്? ഈ 1 പ്ലസ് 1. ഇനി ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ എത്രയാ? 4 എഴുതുക. അപ്പോൾ 1 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 4, ഈ പ്ലസ് 1, അപ്പോൾ പ്ലസ് 1/4. 4 പ്ലസ് 1 5. അപ്പോൾ 5/4 കിട്ടും. അപ്പോൾ നമുക്ക് 1 പ്ലസ് ഈ ഭാഗം അല്ലേ, 1 പ്ലസ് 1/4 എന്നുള്ളത് എങ്ങനെ എഴുതാം? 5/4. ഇനി ഇൻറ്റു 2 raised to 2. ഇനി നമുക്ക് എഴുതേണ്ടത് 5/4 ഇൻറ്റു 2 raised to 2 എന്ന് പറഞ്ഞാൽ 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2 ഇൻറ്റു 2. 2 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ എന്താ? 4. അപ്പോൾ 5/4 ഇൻറ്റു 4 എന്ന് കിട്ടി. ഇനി ഇവിടെയും 4 ഉണ്ട്, ഇവിടെയും 4 ഉണ്ട്. രണ്ടും ക്യാൻസൽ ആകും. അപ്പോൾ 4ഉം 4ഉം ക്യാൻസൽ ആകുമ്പോൾ ആൻസർ 1 അല്ലേ? 1 ഇൻറ്റു 4 ആണ് 4. അപ്പോൾ ആൻസർ ഈസ് ബാലൻസിങ് എന്തുള്ളൂ? 5. അപ്പോൾ ആൻസർ എന്ത് വരും? 5. സെക്കൻഡ് ക്വസ്റ്റ്യൻ 2 raised to -1 into 4 raised to -1 divided 2 raised to -2. അപ്പോൾ ഇവിടെ 2 raised to -1 into 4 raised to -1 ഇതേത് ലോസ് ഓഫ് എക്സ്പോണൻ്റ് ഏത് ഫോർമാറ്റിൽ കിടക്കുന്നത്? a raised to m into b raised to m. അതായത് ബേസ് ഡിഫറെൻ്റ് ആണ്, പവേഴ്സ് സെയിം ആണ്. ഇവിടെ രണ്ടിലും ബേസ് എന്നാൽ 2ഉം 4ഉം ആണ്, പക്ഷേ പവേഴ്സായ -1 രണ്ടിലും -1 ആണ്. അപ്പോൾ ബേസ് ഡിഫറെൻറ്റും പവേഴ്സ് സെയിം ആണെങ്കിൽ നമുക്ക് ചെയ്യേണ്ടത് ലോസ് ഓഫ് എക്സ്പോണൻ്റ് പ്രകാരം ചെയ്യേണ്ടത് ബേസുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, അതിനുശേഷം പവർ എടുത്ത് എഴുതുക. അപ്പോൾ a ഇൻറ്റു ബി ഓൾ റേസ് ടു m. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എങ്ങനെ ചെയ്യാം? ബേസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2 ഇൻറ്റു 4. 2 ഇൻറ്റു 4 ഓൾ റേസ് ടു -1. ഇനി ഡിവിഷൻ 2 raised to -2 നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് അല്ലേ? ഇനി അടുത്തത് 2 ഇൻറ്റു 4. 2 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 8 raised to -1 അല്ലേ? 2 ഇൻറ്റു 4 8 raised to -1 ഡിവിഷൻ 2 raised to -2. ഇങ്ങനെ എഴുതിയില്ലേ? ഇത് തമ്മിൽ 2 ഇൻറ്റു 2ഉം 4ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ തന്നിരിക്കുന്ന ഡിവിഷൻ അതെടുത്ത് എഴുതി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ നെഗറ്റീവ് എക്സ്പോണൻറ്റിനെ നമുക്ക് പോസിറ്റീവ് എക്സ്പോണൻറ്റിലേക്ക് മാറ്റണം. അപ്പോൾ 8 raised to -1 എന്ന് പറയുമ്പോൾ 1/8 എന്ന് എഴുതാം. 1/8 എന്ന് എഴുതുമ്പോൾ എന്തായി? നെഗറ്റീവ് എക്സ്പോണൻറ്റ് പോസിറ്റീവായി 1/8. ഇനി പറഞ്ഞിരിക്കുന്നത് ഡിവിഷൻ 2 raised to -2 ആണ്. അപ്പോൾ -2 നമുക്ക് ഈ നെഗറ്റീവ് എക്സ്പോണൻറ്റ് പോസിറ്റീവ് ആക്കാനായിട്ട് അതിൻ്റെ റെസിപ്രോക്കൽ, അതായത് 1/2 raised to 2. അപ്പോൾ ഇവിടെ 8 raised to -1. അപ്പോൾ -1 എന്നുള്ളത് പോസിറ്റീവ് 1 ആകുമ്പോഴത്തേക്ക് നമുക്ക് പോസിറ്റീവായിട്ട് ഇങ്ങനെ 1 എഴുതേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് 8 മാത്രം എഴുതിയത് കേട്ടോ.
ഒരു നമ്പർ വെറുതെ എഴുതണമെങ്കിൽ അതിൻ്റെ പവർ 1 ഉണ്ടെന്നാണ് അല്ലേ. ഒരു നമ്പർ ഇങ്ങനെ വെറുതെ എഴുതിയാൽ അതിൻ്റെ പവർ എഴുതിയില്ലെങ്കിലും ഇവിടെ എത്രയുണ്ട് 1 ഉണ്ട്. അതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ നമ്മൾ രണ്ടും പോസിറ്റീവിലേക്ക് മാറ്റി. ഇനി 1/8 ഡിവിഷൻ 1/2 എന്ന് പറയുമ്പോൾ 1/4. 2 എന്ന് പറയുമ്പോൾ എന്താ 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2 × 2 4. അങ്ങനെയാണ് ഇവിടെ 4 കിട്ടിയത്. ഈക്വൽ ടു 1/8. ഇനി ഇതിനെ 1/8നെ 1/4 ഡിവൈഡ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. റെസിപ്രോക്കൽ ഇട്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 1/8 × 4/1 എഴുതാം അല്ലേ. ഇത് ഡിവിഷൻ ചെയ്യാനായിട്ട് നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചാണ്. 1/8 ഡിവിഷൻ 1/4 എന്ന് പറയുമ്പോൾ ഡിവിഷൻ ചെയ്യാനാണെങ്കിൽ നമുക്കതിൻ്റെ റെസിപ്രോക്കൽ എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 1/8 × 4/1 എന്ന് പറയും. ഈ 1/4 നമ്മൾ മറിച്ചിടും അല്ലേ. 4/1. ഇനി ഇവിടെ 4 ഉണ്ട്, ഇവിടെ 8 ഉണ്ട്. അപ്പോൾ 4ഉം 8ഉം ക്യാൻസലായിപ്പോവും. അപ്പോൾ 4ഉം 8ഉം ക്യാൻസലായിപ്പോവും. 4 2s are 8. ആൻസർ ഇവിടെ ന്യൂമറേറ്റർ 1ഉം ഡിനോമിനേറ്റർ 2 × 1 എന്ന് പറയുമ്പോൾ 2. ആൻസർ ഈസ് 1/2. തേർഡ് ക്വസ്റ്റ്യൻ 1/2 all raised to -2 plus 1/3 all raised to -2 plus 1/4 all raised to -2. അപ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് പേടിക്കണ്ട, കാരണം വളരെ സിമ്പിളാണ് ഈ ക്വസ്റ്റ്യൻ. ഇപ്പോൾ 1/2 all raised to -2 എന്ന് പറയുമ്പോൾ ഈ നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കണം. ഈ നെഗറ്റീവ് എക്സ്പോണൻറ്റിനെ പോസിറ്റീവ് എക്സ്പോണൻ്റ് ആക്കാൻ എന്ത് ചെയ്താൽ മതി? നമുക്ക് അതിൻ്റെ റെസിപ്രോക്കൽ എഴുതിയാൽ മതി. അപ്പോൾ 1/2 എന്ന് പറയുമ്പോൾ 2/1 എഴുതാം അല്ലേ. 1/2ൻ്റെ റെസിപ്രോക്കൽ 2/1 എഴുതാം. അപ്പോൾ നമുക്ക് എന്തായി? അത് എക്സ്പോണൻ്റ് പോസിറ്റീവായി മാറി. ഇപ്പോൾ 2/1 all raised to 2. അപ്പോൾ ഇവിടെ ഇങ്ങനെ 2 എഴുതാൻ കാര്യം, ഈ -2 എന്നുള്ളത് ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഈ പവർ 1നും 2നും കോമൺ ആയിട്ടുള്ളതാണ്. 1നും ഉണ്ട് ഈ -2, 2നും ഉണ്ട് ഈ -2. അതുകൊണ്ടാണ് all raised to -2 എന്ന് ഇട്ടേക്കുന്നത്. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഇവിടെ എഴുതാം. ഇനി പ്ലസ് 1/3 നെഗറ്റീവ് all raised to -2 എന്ന് പറയുമ്പോൾ റെസിപ്രോക്കൽ എഴുതുക, അതായത് 3/1. അപ്പോൾ നമ്മുടെ നെഗറ്റീവ് എക്സ്പോണൻ്റ് എന്തായി മാറും? പോസിറ്റീവ്. അപ്പോൾ 3/1 all raised to 2 പ്ലസ് 1/4 -2. അപ്പോൾ അതിന് നമുക്ക് റെസിപ്രോക്കൽ എഴുതാം 4/1. അപ്പോൾ എന്തായി മാറി? എക്സ്പോണൻ്റ് പോസിറ്റീവായി മാറി. അപ്പോൾ 2. അപ്പോൾ 2/1 all raised to 2 പ്ലസ് 3/1 all raised to 2 പ്ലസ് 4/1 all raised to 2 എന്ന് പറഞ്ഞു. ഇനി 2/1 all raised to 2. ഇത് 2/1 all raised to 2 എന്ന് പറയുമ്പോൾ 2നും 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണം, 1നെയും 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 × 2 ഡിവൈഡഡ് 1 raised to 2 എന്ന് പറയുമ്പോൾ 1 × 1. നമുക്ക് 2 × 2 എന്ന് പറയുമ്പോൾ 4/1. 4/1 എന്ന് പറഞ്ഞാൽ ഏതാണ് ആൻസർ? 4. കാരണം ഡിനോമിനേറ്റർ 1 വന്നു കഴിഞ്ഞാൽ നമുക്കത് എഴുതേണ്ട ആവശ്യമില്ല അല്ലേ. ഏതൊരു സംഖ്യയുടെയും ഡിനോമിനേറ്റർ 1 ഉണ്ട്. അപ്പോൾ നമുക്ക് വെറുതെ എഴുതുന്ന നോർമൽ സംഖ്യ ആണെന്നുണ്ടെങ്കിൽ അതിൽ ഡിനോമിനേറ്റർ ഉണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ 4 മാത്രം എഴുതിയാൽ മതി അല്ലേ. ഡിനോമിനേറ്റർ എഴുതേണ്ട ആവശ്യമില്ല 1 ആണെങ്കിൽ കേട്ടോ. താഴെ 1 ആണെങ്കിൽ, ഡിനോമിനേറ്റർ 1 ആണെങ്കിൽ. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം. എത്ര കിട്ടി? 2/1 all square എന്ന് പറയുമ്പോൾ 4. ഇനി പ്ലസ് 3/1 all square. അതുപോലെ തന്നെ 3/1 all square എന്ന് പറയുമ്പോൾ 3 square എന്ന് പറയുമ്പോൾ 3 × 3, താഴെ 1 square എന്ന് പറയുമ്പോൾ 1 × 1. 3 × 3 എന്ന് പറയുമ്പോൾ 9, 9/1. 9/1 എന്ന് പറയുമ്പോൾ നമുക്ക് 9 എഴുതാം. ഇനി പ്ലസ് അടുത്തത് 4 square ഡിവൈഡ് ബൈ 1 square. അപ്പോൾ 4 square എന്ന് പറയുമ്പോൾ 4 × 4 16. 16/1 ആണ്. സോ നമുക്ക് 16 എഴുതിയാൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെ കിട്ടി? 4 + 9 + 16. ആഡ് ചെയ്യുമ്പോൾ 16 + 4 20, 20 + 9 29. ആൻസർ ഈസ് 29. ആദ്യം നമ്മൾ എന്താ ചെയ്തത്? എല്ലാം നെഗറ്റീവ് ആയിരുന്നു. ആ നെഗറ്റീവിനെ എല്ലാത്തിനും പോസിറ്റീവ് ആക്കാൻ വേണ്ടി റെസിപ്രോക്കൽ ഉണ്ട്. റെസിപ്രോക്കൽ ഉണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തത് സ്ക്വയർ കണ്ടുപിടിക്കുക. അപ്പോൾ 2 square 2/1 all square എന്ന് പറയുമ്പോൾ 2 square/1 square ആണ്. അപ്പോൾ 2 square എന്ന് പറയുമ്പോൾ 4/1. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 4 എഴുതിയാൽ മതി. അപ്പോൾ അതുപോലെ തന്നെ എല്ലാം ചെയ്തു. 4 + 9 + 16 ചെയ്തു. അപ്പോൾ നമുക്ക് ആൻസർ 29. ഫോർത്ത് ക്വസ്റ്റ്യൻ 3 raised to -1 plus 4 raised to -1 plus 5 raised to -1 all raised to
0. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ലോസ് ഓഫ് എക്സ്പോണൻറ്റ് പഠിച്ചിട്ടുണ്ട്. a raised to 0, ഇവിടെ 0 ഉള്ളതുകൊണ്ടാണ് പറയുന്നത് a raised to 0 ഈസ് ഈക്വൽ ടു 1 എന്നുള്ളത്. ഏതൊരു നമ്പറിൻ്റെയും പവർ 0 ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ 1 ആയിരിക്കും അല്ലേ. അങ്ങനെയെങ്കിൽ ഇവിടെ നോക്കിയേ 3 raised to -1, ഇതെല്ലാത്തിൻ്റെ എന്ത് ചെയ്താലും ആ നമ്പറിൻ്റെ പവർ എത്രയാണ്? എല്ലാം കൂടി പ്ലസ് ചെയ്യുമ്പോഴത്തേക്കും പവർ 0 ആണ്. അപ്പോൾ നമുക്ക് ഇത് ആഡ് ഒന്നും ചെയ്ത് നോക്കണ്ട, കാരണം പവർ 0 ആണെന്നുണ്ടെങ്കിൽ ഏതോ സംഖ്യേൻ്റെ വാല്യൂ ലാസ്റ്റ് എന്ത് ആൻസർ കിട്ടുള്ളൂ? 1 കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിവിടെ ആൻസർ എന്തായിട്ട് എഴുതാം? ആൻസർ ഈസ് 1. മനസ്സിലായോ? എല്ലാത്തിൻ്റെയും പവർ, ഏതൊരു സംഖ്യേൻ്റെ പവർ 0 ആയതുകൊണ്ടാണ് 1 വന്നത്. 5th ക്വസ്റ്റ്യൻ, -2/3 all raised to -2 all raised to 2. അപ്പോൾ ഇവിടെ -2 ബ്രാക്കറ്റിന് പുറത്ത് ഒരു 2. അപ്പോൾ നമുക്ക് ഇത് ഏത് ലോസ് ഓഫ് എക്സ്പോണൻറ്റ് പ്രകാരമാണ്? a raised to m all raised to n എന്നുള്ള ഫോർമാറ്റിലാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യേണ്ടത്? ബേസ് എഴുതിയിട്ട് പവേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അപ്പോൾ ഇത് നമുക്കതും ചെയ്യാം. -2 /3 all raised to പവേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം -2 × 2. ഇങ്ങനെ ചെയ്യാൻ കാര്യം എന്താ? ഈ ലോസ് ഓഫ് എക്സ്പോണൻറ്റിൽ പറഞ്ഞിരിക്കുന്ന പോലെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ലോസ് ഓഫ് എക്സ്പോണൻസ് നന്നായിട്ട് പഠിക്കണം, എന്നിട്ട് വേണം ഈ പ്രോബ്ലംസൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ലോസ് ഓഫ് എക്സ്പോണൻസ്. അത് നിങ്ങൾ കണ്ടിട്ട് വേണം ഈ പ്രോബ്ലംസ് ചെയ്യാനായിട്ട്. ഇനി അപ്പോൾ -2 /3 all raised to -2 × 2 എന്ന് പറഞ്ഞാൽ എന്താ? -4. 2 × 2 4 ആണ്. ഇവിടെ നെഗറ്റീവ്, ഇവിടെ 2 മാത്രം എഴുതുമ്പോൾ അതിൻ്റെ മീനിങ് എന്താ? അവിടെ ഒരു പോസിറ്റീവ് സംഖ്യയാണ് അതല്ലേ. അപ്പം നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് എന്താ? നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് എന്താ? എന്ത് സംഖ്യ ആയിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങനെയാണ് നമുക്ക് -4 കിട്ടിയത്. അപ്പോൾ -4 -2/3 all raised to -4. ഇനി എങ്ങനെ ചെയ്യേണ്ടത്? ഇതിന് നമുക്ക് നെഗറ്റീവ് എക്സ്പോണൻ്റ് ആണ്, അപ്പോൾ അത് നമുക്ക് പോസിറ്റീവ് എക്സ്പോണൻ്റ് ആയിട്ട് മാറ്റണം. അപ്പോൾ നെഗറ്റീവ് എന്നുള്ളത് പോസിറ്റീവ് ആക്കാനായിട്ട് നമുക്ക് തന്നിരിക്കുന്നത് റെസിപ്രോക്കൽ എഴുതിയാൽ മതി. ഇപ്പോൾ -2/3 എന്നുള്ളത് നമുക്ക് എന്തെഴുതാം? 3/2. അപ്പോൾ ഇത് ബേസാണ്. ഈ ബേസിന് നെഗറ്റീവ് ഉണ്ട്. ആ നെഗറ്റീവ് മാറുമോ? ഇല്ല. ബേസിനുള്ള സിമ്പിൾ മാറുന്നില്ല. നമ്മുടെ പവറിലുള്ള നെഗറ്റീവ് മാത്രമേ റെസിപ്രോക്കലാകുമ്പോൾ മാറുന്നുള്ളൂ. പവർ മാറിയിട്ട് എന്തായി മാറും? പോസിറ്റീവ് എക്സ്പോണൻ്റ് ആയിട്ട് മാറും. അപ്പോൾ -2/3 എന്നുള്ളത് -3/2 all raised to, ഇപ്പോൾ പോസിറ്റീവ് എക്സ്പോണൻ്റ് ആയില്ലേ, അപ്പോൾ all raised to 4. ഇനി -3 all raised to 4 എന്ന് വെച്ച് കഴിഞ്ഞാൽ -3 എത്ര ടൈംസ്? 4 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണമെന്നാണ് അല്ലേ. -3 all raised to 4 എന്ന് പറയുമ്പോൾ -3 4 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണം. അതുപോലെ തന്നെ ഡിവൈഡഡ് ഈ 2 എത്ര ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണം? 4 തന്നെ. 2 × 2 × 2 × 2. ഇനി നമുക്ക് -3 × -3. ഇപ്പം നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്ത് വരും? പോസിറ്റീവ് 9. ഇനി +9 ഇൻറ്റു അടുത്തതാ ഇങ്ങനെ കേട്ടോ, -3 × -3 +9 കിട്ടി. അതേ ഇൻറ്റു അടുത്തെന്താ? -3. അപ്പോൾ എത്ര കിട്ടി? 27 എന്താ? ഇവിടെ പ്ലസ്, ഇവിടെ മൈനസ്. അപ്പോൾ ആൻസർ എന്തായിരിക്കും? മൈനസ്. നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് വരുമ്പോൾ ആൻസർ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ -27 കിട്ടി. ഇനി -27 എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഇൻറ്റു -3. അപ്പോൾ ഇവിടെ നെഗറ്റീവാണ്, ഇവിടെ നെഗറ്റീവാണ്. അപ്പോൾ നെഗറ്റീവും പോസിറ്റീവായി മാറും. 27 × 3 81. അപ്പോൾ ആൻസർ എത്ര കിട്ടി? +81 കിട്ടി. അതായത് 81 എഴുതാം അല്ലേ. ഇനി അടുത്തത് 2 × 2 4, 4 × 2 8, 8 × 2 16. അപ്പോൾ ആൻസർ എത്ര കിട്ടി? 81/16. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ പ്രോബ്ലംസ് മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.